മഹാദേവ, മോളെ വിളിക്കൂ, മുഹൂർത്തം എടുക്കാറായി. ശരി അമ്മാവാ. മോളെ, അമ്മ പറയുന്നൊന്ന് നീ കേൾക്ക്. പാറു എന്തെടുത്തോണ്ടിരിക്കും ഇവിടെ? മുഹൂർത്തമായി. മോളെ വാ. അത് പിന്നെ മഹിയേട്ടാ, ഇല്ലച്ച, എനിക്ക് പറ്റത്തില്ല. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? എന്താ നിങ്ങൾ ആരും എന്നെ ഒന്നും മനസ്സിലാക്കാത്തെ? ഈ അവസാന നിമിഷത്തിൽ നീ എന്താ ഈ പറയുന്നത്? എല്ലാം നിന്റെ സമ്മതത്തോടല്ലായിരുന്നോ? എല്ലാം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ എനിക്ക് അവനെ മറക്കാൻ പറ്റത്തില്ല. എന്തു വച്ച ഇവിടെ എല്ലാരും തിരക്കുന്നത്? പെട്ടെന്ന് വാ. മോനെ, അവള് പറയുന്നത് കേട്ടില്ലേ? അവക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. സോറി ഏട്ടാ, എല്ലാം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇനി എന്നെ നിർബന്ധിച്ച നിങ്ങളാരും എന്നെ ജീവനോടെ കാണില്ല. എന്റെ കൃഷ്ണ, ഇവളെന്തൊക്കെയാ പറയുന്നേ? മോളെ, നീ അറിയാത്തൊന്നും ചിന്തിക്കരുത്. ഇനി ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കുന്നില്ല. ശരിയാ, നീയാണ് ഞങ്ങൾക്ക് വലുത്. വാ അച്ഛ, നമുക്ക് അവരോട് പോയി സംസാരിക്കാം. അങ്ങനെ അവർ ചെറുക്കൻ കൂട്ടരോട് സംസാരിച്ചു. ആദ്യമൊക്കെ അവരെതിർത്തെങ്കിലും പിന്നീട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചുപോയി. ബന്ധുക്കളെല്ലാം അവരെ കുറെ വിമർശിച്ചു. എന്നാലും അച്ഛനും അമ്മയും ചേട്ടനും അവളെ ഒന്നും പറഞ്ഞില്ല. ഇന്ന് ദർശനയുടെ ജീവിതത്തിലെ പുതിയ തുടക്കമാണ്. പാറു, ദേവു ഇതുവരെ ഒരുങ്ങിയില്ലേ? 10 മണിക്കല്ലേ ട്രെയിൻ? അവൾ ഒരുങ്ങുവാ. മഹിയേട്ട, ഇത്രയും ദൂരം അവളെ ഒറ്റയ്ക്ക്. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ഇത് അവൾ ആഗ്രഹിച്ച ജോലിയല്ലേ. ഞാൻ റെഡിയായി. എന്താ എല്ലാവരുടെയും മുഖത്തൊരു സങ്കടം? ദേവു, എന്നാലും അത്രയും ദൂരമൊക്കെ നീ പോണോ? ഇവിടെ അടുത്ത് വല്ലതും നോക്കിയാൽ പോരായിരുന്നേ? എൻ്റെ ദേവേട്ട, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ ടീച്ചിങ് എൻ്റെ വലിയ ഡ്രീം അല്ലായിരുന്നോ? ഇവിടുന്ന് പാലക്കാട്ടോട്ട് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. കാണണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങോട്ട് വന്ന് കാണാമല്ലോ. ശരിയാ. അയ്യോ, അച്ചാറ് വെക്കാൻ മറന്നുപോയി. മോളെ, ഇതും കൂടെ വെക്ക്. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ. അമ്മേ, മോളെ ചെന്നുടനെ വിളിക്കണേ. അതുപോലെ ഫുഡൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം. ഇവിടുത്തെ പോലെ നീ ചുമ്മാതിരിക്കുകയൊന്നും ചെയ്യരുത്. എല്ലാ ദിവസവും അമ്മയെ വിളിക്കണേ. എൻ്റെ പാറക്കുട്ടി സെഡാവാതെ കണ്ണീരൊക്കെ തുടച്ചേ. അമ്മ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാം. എന്നാ പോയിട്ട് വരട്ടെ പാറക്കുട്ടി. സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ പോകാമായിരുന്നു. അല്ലെങ്കിൽ ട്രെയിൻ അങ്ങ് പോകും. ദേവേട്ട, ഞാൻ പോവാ. അയ്യേ, എൻ്റെ ദേവേട്ടൻ കരയുവാണോ? ഞാൻ കരയൊന്നുമല്ല. എൻ്റെ ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ഞാനിങ്ങ് വേഗം വരാം. പിന്നെ മോളെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ഏട്ടനെ വിളിക്കാൻ മറക്കല്ലേ. എല്ലാത്തിനും നിന്റെ കൂടെ ഈ ഏട്ടനുണ്ട്. ശരി ഏട്ടാ. എനിക്കും നിങ്ങൾ വിട്ടുപിരിയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. ബട്ട് ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് മാറി നിന്നേ പറ്റൂ. ഞാൻ ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ചു.
ഓക്കെ ടീച്ചർ, പ്യൂണിനോട് പറഞ്ഞാൽ മതി, ക്ലാസ്സും സ്റ്റാഫ് റൂം ഒക്കെ കാണിച്ചു തരും. ഓക്കെ സാർ. ഹായ് കുട്ടികളെ, ഞാൻ നിങ്ങളുടെ പുതിയ ടീച്ചറാണ്. പേര് ദർശന. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം ദർശന അവളുടെ സങ്കടങ്ങളെല്ലാം മറന്നു. ഇപ്പോൾ അവൾ ഒരുപാട് ഹാപ്പിയാണ്. ഇന്നല്ലേ കുട്ടികൾക്ക് പുതിയ മ്യൂസിക് സാർ വരുന്നത്? അതെ ടീച്ചർ. കുട്ടികളെല്ലാവരും വളരെ എക്സൈറ്റ്മെന്റില്ല. ശരിയാ, സമയം ഒത്തിരിയായി. ഞാനെന്നാ ക്ലാസ്സിലോട്ട് പോവുക. സാർ, അത് ഞാൻ വിളിപ്പിച്ചത് വായനാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിനെല്ലാം ടീച്ചർ വേണം നേതൃത്വം കൊടുക്കാൻ. അതിനെന്താ സാർ, ഞാൻ ചെയ്യാം. മേ കമിൻ സാർ? യെസ്, കമ്മിങ്. സാറിന് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. എന്താ ലേറ്റ് ആയത്? സോറി സാർ, ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ടീച്ചർ, ഇത് വിഷ്ണു, നമ്മുടെ പുതിയ മ്യൂസിക് സാറാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ക്ലാസ്സിലോട്ട് പോവുക. ടീച്ചർ പോകാൻ വരട്ടെ. സാറിനെയും കൂടെ ഒന്ന് ക്ലാസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഓക്കെ സാർ. ഹലോ, ഞാൻ ഇന്ന് അവളെ കണ്ട്. പരിചയപ്പെട്ടതേ ഉള്ളൂ. വഴിയെല്ലാം ശരിയാക്കി എടുക്കാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ദർശന, പേര് പോലെ നീ ഒരു അത്ഭുതമാണ്. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ സ്വന്തമാക്കും. ഹായ്, ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സാർ. ടീച്ചർ എന്തെടുക്കുവാ? നെക്സ്റ്റ് വീക്ക് വായനാ ദിനമല്ലേ, അതിന്റെ പ്രിപ്പറേഷനിലാണ്. എന്നാ ഞാനും കൂടി സഹായിക്കാം. ശരി. പിന്നെ ടീച്ചറിന്റെ വീട് ഇവിടെ അടുത്താണോ? വീട് ആലപ്പുഴയില. ഞാനിവിടെ ഹോസ്റ്റലിൽ നിൽക്കുക. ആണോ? ഹലോ അച്ഛാ. മോളെ, നിനക്ക് സുഖമാണോ? സുഖമാ അച്ഛാ. പിന്നെ പാറുക്കുട്ടി എന്തിയേ? അടുക്കളയിലാണോ? ആണ് മോളെ. പാറു, ഇങ്ങോട്ട് വന്നേ, മോള് വിളിക്കുന്നു. വരുവാ മഹിയേട്ടാ. അവളെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? അതുപോലെ നീ ഫുഡൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടല്ലോ. ജോലിയൊന്നും കുഴപ്പമില്ല അമ്മേ. പിന്നെ ഫുഡൊക്കെ ഞാൻ സമയത്തിന് കഴിക്കുന്നുണ്ട്. അമ്മ ഇനി എപ്പോഴെപ്പോഴും ചോദിക്കേണ്ട ആവശ്യമില്ല. അമ്മ, ദേവേട്ടൻ എന്തിയേ? അവൻ ഇതുവരെ വന്നില്ല മോളെ. വരാൻ സമയമാവുന്നതേ ഉള്ളൂ. എന്നാ ശരി അമ്മേ, വെക്കുക. മഹിയേട്ടാ, അവളുടെ സംസാരം എല്ലാം കേട്ടിട്ട് അവൾ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ശരിയാ പാറു. എന്നാ ഞാൻ അടുക്കളയിലോട്ട് പോവുക. എത്രയ്ക്ക് ഞാൻ നിന്നെ മറക്കാൻ ശ്രമിച്ചാലും നീ തന്ന വാക്കിൻ്റെ പേരിൽ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. എനിക്കുറപ്പുണ്ട് നീ തിരിച്ചു വരുമെന്ന്. ഹലോ, എന്താ ചിന്താവിഷ്ടയ സീതയെ പോലെ ഇരിക്കുന്നേ? ഒന്നുമില്ല സാർ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാറേ എന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കിയിട്ട് എന്നെ വിഷ്ണു എന്ന് വിളിച്ചാൽ മതി. അതെങ്ങനെ സാർ? അതിനെന്താ, ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? എന്നാ ശരി. താൻ എന്താ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ചെറുപ്പം മുതലേ ഉള്ള ഒരാഗ്രഹമായിരുന്നു. പിന്നെ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കാൻ അതൊരു പ്രത്യേക രസമല്ലേ? കൊള്ളാം. എൻ്റെ കാര്യം നേരെ തിരിച്ചാ. പഠിക്കാൻ വയ്യാത്തത് കൊണ്ട് അമ്മയും അച്ഛനും നിർബന്ധിച്ച് എന്നെ സംഗീതം പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്. പക്ഷെ ഇപ്പം ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി. അതെന്താ?
ഞാൻ വന്നതിൽ പിന്നെ താൻ ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും എൻ്റെ കഥ കൊണ്ട് ഇത്രയും ഗുണമുണ്ടല്ലോ. വിഷ്ണുവിനോട് സംസാരിച്ച് ഇന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ പോവാ, എനിക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. ദർശനയുടെയും വിഷ്ണുവിൻ്റെ സൗഹൃദം വളർന്നു. വിഷ്ണുവിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും ദർശനയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നൽകി. അവൻ കൂടെ ഇല്ലാത്തപ്പോൾ അവൾ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പാറുക്കുട്ടി, എനിക്ക് വിശക്കുന്ന്. ഫുഡ് എടുത്തോണ്ട് വാ. മോളെ ഇപ്പം കൊണ്ടുവരാം. ഇന്നെല്ലാം എൻ്റെ ഫേവറേറ്റ് കറിയാണല്ലോ. ഇന്നത്തെ പാചകം മോടെ അച്ഛൻ്റെ വകയായിരുന്നു. എന്നിട്ട് എത്ര പാത്രങ്ങൾ പൊട്ടിച്ചു. മോളെ ഇപ്പൊ അങ്ങനൊന്നുമില്ല, അതൊക്കെ പണ്ടായിരുന്നു. എടാ മനുഷ്യ, കള്ളം പറയില്ലേ. ഇന്നലെയും കൊടുത്താൻ ആ പാത്രം പൊട്ടിച്ചില്ലടോ. അത് പാറു അറിയാതെ തട്ടിയതല്ലേ. മതി മതി, ബാ നമുക്കിനി ഫുഡ് കഴിക്കാം. ആഹാ, ഞാനില്ലാതെ എല്ലാരും കഴിക്കാൻ തുടങ്ങിയോ? നീ എന്താണ് ഇന്ന് നേരത്തെ വന്നത്? ഇന്നെന്റെ ദേവു വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഹാഫ് ലീവ് എടുത്തിങ്ങ് പോന്നു. ഏട്ടാ പെട്ടെന്ന് വാ, കഴിക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ. ഒരു 5 മിനിറ്റ്, ഞാൻ കൈ കഴുകിയിട്ട് ഇപ്പം വരാം. ദേവു എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? ഒന്നുമില്ല ദേവേട്ടാ, ചുമ്മാതിരിക്കുമായിരുന്നു. ഇനി പറ നിന്റെ വിഷ്ണുവിനെ കുറിച്ച്. എന്റെ വിഷ്ണുവോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവൻ നല്ലൊരു ഫ്രണ്ടാ. ഫ്രണ്ട് എങ്കിൽ ഫ്രണ്ട്. എന്നാ വിഷ്ണുവിനെ കുറിച്ച് പറ. വിഷ്ണുവിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം എനിക്കറിയാം, അവന്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ വളരെ ഹാപ്പിയാണ്. ഹി ഈസ് അമേസിങ്. ആഹാ, എൻ്റെ അനിയത്തിക്കുട്ടിയെ ഇത്ര ഹാപ്പി ആക്കിയ ആളെ എനിക്കൊന്ന് കാണണം. പിന്നെന്താ ദേവേട്ടാ, ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വാ. ചേട്ടൻ അവനെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. നിന്റെ കൂടെ വരാൻ പറ്റുമോയെന്ന് തോന്നുന്നില്ല. എന്തായാലും വിഷ്ണുവിനെ കാണാൻ ഞാൻ ഒരു ദിവസം വരും. എന്നാ ശരി ഏട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ശരി, നീ കടന്നോ. ഗുഡ് നൈറ്റ്. ഇവൻ വന്നോ? നീ എപ്പോഴാടാ വന്നത്? ഇവനോ? ഞാൻ നിന്റെ ചേട്ടനല്ലേടി. എന്നാൽ എൻ്റെ പുന്നാര ചേട്ടൻ എപ്പോഴാ വന്നത്? മതി മതി, നീ കൂടുതൽ അങ്ങ് ആക്കാതെ. ഇത്രയും നാൾ നല്ല സമാധാനമായിരുന്നു, ഇപ്പൊ അത് പോയി. അങ്ങനെ അങ്ങ് നീ സുഖിക്കണ്ട. വന്നപ്പോഴേ ഏട്ടനും അനിയത്തിയും കൂടെ അങ്ങാടി തുടങ്ങി. ഞാനല്ല, മീ ചേട്ടനാ. എന്തുവാടാ നീ എൻ്റെ കൊച്ചിനെ ചെയ്തേ? ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ. അല്ലേലും ഈ അമ്മയ്ക്ക് അവളെ ഇഷ്ടം. എന്നെ എന്താ എവിടുന്നെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചതാണോ? വിച്ചു, എന്താ അനാവശ്യമാടാ നീ പറയുന്നേ? അതച്ചാ, അപ്പോഴത്തെ ദേഷ്യത്തിൽ. ഇനി മേലെ ഇങ്ങനെ പറഞ്ഞേക്കുന്നു. പൈസ കൊടുത്ത് വാങ്ങിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല നോക്കി വാങ്ങിക്കത്തില്ലായിരുന്നോ? അച്ഛാ, നിങ്ങളും എനിക്കിട്ട് താങ്ങുമല്ലേ. അതൊക്കെ പോട്ടെ, എൻ്റെ ഏട്ടത്തി എന്തിയേ? ഏട്ടത്തിയോ? ഇതുവരെ ഞാൻ അവളെ പ്രപ്പോസ് പോലും ചെയ്തില്ല. പിന്നെന്തിനാണ് അവൻ്റെ കാല് പിടിച്ച് നിന്നെ സ്കൂളിൽ കയറ്റിയത്? ഇതുവരെ നീ പ്രപ്പോസ് പോലും ചെയ്തില്ലേ? അല്ലേലും എൻ്റെ ഗുണമൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല. നിനക്ക് നിന്റെ അച്ഛൻ്റെ ഗുണം തന്നെ കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകളായിട്ട് നീ അവളെ പെട്ടെന്ന് കൊണ്ടുവന്നാൽ മതി. ഇനി സംസാരമൊക്കെ മതി, ഫുഡ് കഴിക്കാം. ശരിയാ, വേഗം എടുത്തു വെക്കാമേ. ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാനും. ഹലോ ദർശന, താനെന്താ ഇവിടെ നിൽക്കുന്നേ? ക്ലാസ്സിൽ പോകുന്നില്ലേ? അത് ഞാൻ ചുമ്മാ വെറുതെ നിൽക്കുമായിരുന്നു. എന്നാ ബാ, നമുക്ക് ഒരുമിച്ച് പോവാം. പോകാം. താൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. വീട്ടിൽ പോയതുകൊണ്ടായിരിക്കും അല്ലേ? അതെ. എന്നാ ശരി, ഞാൻ ക്ലാസ്സിലോട്ട് കയറട്ടെ. പിന്നെ തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ താൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇപ്പൊ താൻ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആടൂ. തനിക്ക് തോന്നിയതായിരിക്കും. ഇതിലൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. അത് താൻ കാരണമാടോ? അതെ, എന്താലോചിച്ചുകൊണ്ട് നിൽക്കുക? ഒന്നുമില്ല. ഹലോ, എത്ര നേരമാണ് നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. അതേടാ, ഇനി ഞാൻ വെച്ച് നീട്ടുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ പോകുക. നീ പറഞ്ഞതാ അന്നേ എല്ലാം തുറന്നു പറയാൻ. എന്നാൽ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഇതിൽ കൂടുതൽ മറച്ചു വെക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്.
വിഷ്ണു, താൻ എന്തിനാടോ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? അത് ദർശന, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? ദർശന, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചതാണ് നീ എൻ്റെ പെണ്ണാണെന്ന്. പിന്നെ ഇതിനു മുൻപേ നിന്നെ ആരെങ്കിലും ഇത്രമേൽ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, നിന്നെ അല്ലാതെ മറ്റൊരാളെ ഞാൻ ഇത്ര ഭ്രാന്തമായി സ്നേഹിച്ചിട്ടില്ല. ഐ എം സോറി വിഷ്ണു. പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നില്ല, ആലോചിച്ചിട്ട് മതി. എനിക്ക് തന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരാളെ കാത്തിരിക്കുകയാണ്. ദർശനയും രാഹുലും ഒരു വർഷം പ്രണയത്തിലായിരുന്നു. രാഹുൽ നല്ലൊരു ഡാൻസർ ആയതുകൊണ്ട് അവന് ലണ്ടനിലെ ഒരു കമ്പനിയിൽ സെലക്ഷൻ കിട്ടി. ദർശന, എനിക്ക് നിന്നെ ഒറ്റയ്ക്കാക്കി പോകണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. ബട്ട് നീ വിഷമിക്കാതെ, ഇത് നിന്റെ വലിയൊരു ഡ്രീം ആയിരുന്നില്ലേ? പോയിട്ട് വാ. എന്നാലും നിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റില്ലല്ലോ. നീ എവിടെ പോയാലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. എനിക്കറിയാം, ഈ 2 വർഷമായിട്ടും അവൻ്റെ ഒരു വിവരം പോലുമില്ല. പക്ഷേ അവൻ എനിക്കായി ഒരു ദിവസം തിരിച്ചു വരും. വിഷ്ണു, താൻ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ തന്നെ തുടർന്നും നമുക്ക് പോകാം. ഇല്ല ദർശന, എനിക്ക് നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ കഴിയില്ല. സോറി ദർശന. വിഷ്ണു, ഐ എം റിയലി സോറി. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ഈ ദിവസങ്ങളിൽ ദർശന വിഷ്ണുവിനെ അവോയ്ഡ് ചെയ്തു. സാർ, ഇന്ന് വിഷ്ണു സാറിനെ കണ്ടില്ലല്ലോ. അത് നമ്മുടെ പഴയ മ്യൂസിക് സാർ തിരിച്ചു വന്നു. സോ വിഷ്ണു സാർ പോയി. ടീച്ചർ, ഈ കത്ത് വിഷ്ണു സാർ തരാൻ പറഞ്ഞതാ. മോളെ, ഒന്ന് വിളിച്ചു പോലും പറയാതെ എന്താ ഇങ്ങി പോന്നേ? എന്തോ പറ്റി എൻ്റെ കൊച്ചിന്? നീ ആകെ അങ്ങ് കോലം കെട്ടുപോയി. അവിടെ ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ലേ? പെട്ടെന്ന് എല്ലാവരും കാണാൻ തോന്നി അമ്മേ, അതുകൊണ്ട് ഇങ്ങ് പോകുന്നതാ. പിന്നെ ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് തോന്നുന്നതാ. എന്താ മോളിങ്ങി പെട്ടെന്ന് പോകുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ഏട്ടാ. എന്നോട് കള്ളമൊന്നും പറയണ്ട. നിന്നിൽ ഓരോ മാറ്റവും എനിക്കറിയാം. ഇതെല്ലാം വിഷ്ണു കാരണമല്ലേ? അതൊന്നുമല്ല. പിന്നെന്തിനാ നീ തിരിച്ചു വന്നത്? അവനവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ? അത് നീ ഒന്നും പറയണ്ട. ഇന്നും ഇന്നലെ ഒന്നുമല്ല ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയത്. നീ എന്താ മനസ്സിലാക്കാത്തത്? നീ അവനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് വേറൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. മതി, നിർത്ത്. അവന് വേറൊരാളെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെങ്കിൽ നിനക്കെന്താ മറ്റൊരാളെ സ്നേഹിച്ചാൽ? എന്തൊക്കെയാ ദേവേട്ട പറയുന്നത്? എൻ്റെ രാഹുൽ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല. എന്തിനാ മോളെ നീ അവനെപ്പോലൊരു ചതിയെ കുറിച്ച് ഓർത്ത് നിന്റെ ജീവിതം കളയുന്നേ? ഇല്ലേട്ടാ, അവൻ ഒരിക്കലും എന്നെ ചതിക്കില്ല. എനിക്ക് ഉറപ്പാ അവൻ തിരിച്ചു വരുമെന്ന്. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുക, അവൻ നിന്നെ ചതിക്കുമായിരുന്നെന്ന്. നിനക്ക് ഓർമ്മയില്ലേ ബിസിനസ് ട്രിപ്പിനായിട്ട് ഞാൻ ലണ്ടനിൽ പോയത്? പക്ഷേ അത് അവനെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൻ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാണെന്ന്. ഇതൊക്കെ നിന്നോട് പറഞ്ഞാൽ നീ കൂടുതൽ വിഷമിക്കുമെന്ന് ഓർത്തിട്ടാണ് ഇതുവരെ ഞാനൊന്നും പറയാതിരുന്നത്. ഞാൻ കരുതി വിഷ്ണു നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നീ എല്ലാം മറക്കുമെന്ന്. പക്ഷേ എനിക്ക് തെറ്റി. ഇനിയും ഇതെല്ലാം തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇത്. നിന്നെപ്പോലൊരു ചതിയന് വേണ്ടിയായിരുന്നല്ലോ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ദർശന, ഞാൻ ഇന്ന് പോവുക. ഇത് നേരിട്ട് കണ്ട് പറയണമെന്നുണ്ട്, പക്ഷേ നീ അതിന് തയ്യാറല്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു കത്ത്. ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിന്നെ കണ്ട നിമിഷം മുതൽ എൻ്റെ ചിന്തകൾ നിന്നെക്കുറിച്ചുള്ളതായിരുന്നു. എൻ്റെ പ്രണയം നിന്നെ തേടുന്ന ഓരോ നിമിഷവും എന്നും നിന്റെ മാത്രമാവാൻ കാത്തിരിക്കുന്നു എന്ന് വിഷ്ണു. എൻ്റെ മനസ്സ് മുഴുവനും
രാഹുൽ തിരിച്ചു വരുമെന്നായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ നിന്റെ സ്നേഹം കാണാൻ ശ്രമിച്ചില്ല. നിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. നീ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ ഒരുപാട് നിന്നെ മിസ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാനൊന്നും മനസ്സിലാക്കിയില്ല. പക്ഷേ ഈ നിമിഷം ഞാനെല്ലാം തിരിച്ചറിയുന്നു. അതേ വിഷ്ണു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്തായാലും ഇന്നെല്ലാം ദേവേട്ടനോട് പറയണം. ദേവു, നീ എന്തോ നോക്കി നിൽക്കുക? വേഗം പോയി ഒരുങ്ങിക്കേ. എന്തിനാ? നമ്മളെവിടെയെങ്കിലും പോകുന്നുണ്ടോ? അതല്ല മോളെ, ഇനി നിന്നെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. വേഗം പോയി ഒരുങ്ങ്, അവരിപ്പോ എത്തും. ദേവേട്ട, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? അച്ഛനും അമ്മ എല്ലാം പറഞ്ഞു കാണുമല്ലോ, നീ എന്തായാലും പോയി ഒരുങ്ങ്. അപ്പം ദേവേട്ട, വിഷ്ണു? നീ ഒന്നും പറയണ്ട. ഇത്രയും കാലം നിന്റെ ഇഷ്ടത്തിനെല്ലാം കൂട്ടുനിന്നു. ഇനി എനിക്ക് പറ്റില്ല. ഇനിയെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കാതെ അവര് പറയുന്നത് നീ കേൾക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ നഷ്ടമായി. ഇനി ഒരിക്കൽ കൂടി ഞാൻ കാരണം എൻ്റെ വീട്ടുകാരെ വിഷമിക്കരുത്. ഐ ആം സോറി വിഷ്ണു, ബട്ട് ഐ ലവ് യു. ആ വാ, കേറിയിരിക്ക്. പാറു, അവരെത്തി. മോളെ വിളിച്ചോണ്ട് വേഗം വാ. അപ്പൊ എങ്ങനെ മഹി, ഉറപ്പിക്കുവല്ലേ? ആ, ഉറപ്പിക്കാൻ വരട്ടെ. അതെന്താ സത്യ? അതല്ല, ഇത്രയും സമയമായിട്ട് കൊച്ചി ഇതുവരെ ചെറുക്കന്റെ മുഖത്തോട്ട് നോക്കിയതേ ഇല്ല. നീ ഒന്ന് നോക്കവനെ. ദർശന, വിഷ്ണു? മതി മതി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ശരിയാ, ഇനി കെട്ട് കഴിഞ്ഞിട്ടാകാം ബാക്കി. അച്ഛാ, അമ്മ, അപ്പൊ ഇത് കുട്ടേട്ടനായിരുന്നു? അതെ, ഇത് നിന്റെ കുട്ടേട്ടൻ തന്നെയാണ്. വിഷ്ണുവിൻ്റെയും ദർശനയുടെയും പേരൻസ് സുഹൃത്തുക്കളായിരുന്നു. അവരുടെ ചെറുപ്പത്തിൽ തന്നെ വിഷ്ണുവിൻ്റെ ഫാമിലി ചെന്നൈയിലേക്ക് താമസം മാറി. പിന്നീട് അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുന്നത് ഇപ്പോഴാണ്. എന്നിട്ട് അമ്മ എന്തിയേ? അവളിപ്പോ ഇങ്ങെത്തും. ഞാൻ വന്നു. അമ്മു? അമ്മു. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇവരുടെ കല്യാണത്തിന്റെ കൂടെ ദേവയുടെയും കൂടെ അങ്ങ് നടത്താം. അപ്പോൾ ദേവേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുവാണ്. അപ്പൊ ഞാനോ? മോളെ അമ്മു, നിനക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ ഏ എൻ്റെ മരുമോളാകാൻ? നിനക്ക് താല്പര്യമില്ലെങ്കിൽ പറ. അവനെ കെട്ടാൻ പെമ്പിള്ളാരി ക്യൂവാ. നിങ്ങൾ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കെട്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കും. വിഷ്ണു? വിഷ്ണുവോ? കുട്ടേട്ടാന്നൊന്ന് വിളിക്കുക. എനിക്ക് വിഷ്ണുവിനോടാണ് പറയാനുള്ളത്. ഐ ആം സോറി വിഷ്ണു. ഞാൻ ഒരിക്കലും നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം ശരിയായല്ലോ. കുട്ടേട്ട, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ? ഇത്രയും വർഷമായിട്ട് എൻ്റെ പ്രണയത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ സഹിച്ചു? അത്ര പെട്ടെന്ന് എനിക്ക് എങ്ങനെ നിന്നെ വിട്ടുകളയാൻ പറ്റുന്നേ? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നെ. ഐ ലവ് യു കുട്ടേട്ട. ഐ ലവ് യു ടു ദേവുട്ടി. എനിക്കൊരാഗ്രഹമുണ്ട്.
എന്താ മോളെ? അത് ഞാൻ കാരണം സങ്കടപ്പെട്ട ഒരു കുടുംബമുണ്ട്. എനിക്ക് അവരെ കണ്ട് മാപ്പ് ചോദിക്കണം. ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്തിനാ എല്ലാം അവളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? എന്താ അച്ഛാ? എല്ലാം ഞാൻ പറയാം. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ആദ്യം ഞാൻ നമ്മൾ താമസിച്ച പഴയ സ്ഥലത്തോട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നിങ്ങൾ താമസം മാറിയിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി എടുത്ത് അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഞാൻ ദേവയെ കണ്ടത്. അത് ദേവയല്ലേ? എനിക്ക് ഉറപ്പുണ്ട് അത് ദേവ തന്നെ. ദേവാ? ആ, പക്ഷേ എനിക്ക് തന്നെ മനസ്സിലായില്ലല്ലോ. എടാ, ഞാൻ നിന്റെ കുട്ടനാ. കുട്ടാ നീ? എത്ര വർഷങ്ങൾക്ക് ശേഷമാടാ നമ്മൾ കാണുന്നേ. നീ ആളാകെ അങ്ങ് മാറിയല്ലോ. പിന്നെ എല്ലാരും എന്ത് ചെയ്യടാ? ആ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നടാ. അവിടോ അച്ഛനും അമ്മയും ദേവുനും ഒക്കെ സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെയാടാ. പക്ഷേ എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ഞാൻ നിന്നോടെല്ലാം പറയാം. കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. നീ പേടിക്കേണ്ടടാ, എല്ലാം ശരിയാകും. എന്ത് സഹായത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതൊക്കെ പോട്ടെ, നീ വീട്ടിലോട്ട് വരുന്നില്ലേ? ആ, ഞാൻ വരാടാ. ഇപ്പൊ കുറച്ച് തിരക്കില്ല. എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ ദേവുവിനെ എനിക്ക് തരാമോ? ഞാൻ അവളെ പൊന്നുപോലെ നോക്കാം. എന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നേ? എനിക്ക് സന്തോഷമേ ഉള്ളൂ അവളെ നിന്നെ ഏൽപ്പിക്കാൻ. അന്നപ്പോൾ നമ്മുടെ കല്യാണമായിരുന്നു. അതേ മോളെ, അന്ന് നിന്റെയും കുട്ടൻ്റെയും കല്യാണമായിരുന്നു. ഈ കല്യാണം നടന്നാൽ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നീ ചെറുക്കനെ കുറിച്ച് ഒന്നും അറിയണ്ട, അതുപോലെ തന്നെ ഒരു ഫോട്ടോ പോലും കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിന്നെ നിർബന്ധിക്കാഞ്ഞത്. പക്ഷേ അതും നടന്നില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നിനക്ക് ജോലി കിട്ടിയത്. അങ്ങനെയാണ് നിന്നെ തേടി കുട്ടൻ ആ സ്കൂളിൽ വന്നത്. ഞാനെന്തൊരു ഭാഗ്യവതിയാണ്. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും. ഓ, അതൊക്കെ പഴയ കാര്യമല്ലേ, അതൊക്കെ അങ്ങ് വിട്. ഇന്നു മുതൽ ഒരു പുതിയ തുടക്കമായിരിക്കട്ടെ. तारे कहते ने सजना मेरी नास नहीं दिल मेरा तू ही चल मेरे इस दिल दा मन लवे सजना तेरे पीछे पागल है तेरे बिना मेरा होवे ना गुजारा एहसासों में तू छटक ना जावे आशिकी है मेरी बस तू चुप माही चुप है राजा बोले कैसे मैं ना जा बोले कैसे मैं ना जा 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 बोले कैसे मैं ना जा बोले कैसे मैं ना जा चुप माही चुप है राजा नैने बंद राखीने में जा रे तमने जोया छे नैने बंद राखीने में जा रे तमने जोया छे तमे छो एना करता पण વધારે तमने जोया छे तमे छो एना करता पण વધારે तमने जोया केरा तो लंबे आ कटे तेरे संगे आ रे केरा तो लंबे आ रे कटे तेरे संगे आ रे पटोला बनके पिपल पतिया बाही छोड़ा खनके
अब जब तब रंग बरसे हैं सन 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 बरसे അങ്ങനെ എൻ്റെ ആദ്യ പ്രണയത്തെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിച്ചു. പക്ഷേ ആ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ കുട്ടേട്ടനിൽ നിന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായി ഞാൻ എൻ്റെ കുട്ടേട്ടനെ സ്നേഹിക്കുന്നു. I need you girl 왜 혼자 사랑하고 혼자서만